തിരുവനന്തപുരം പോത്തൻകോട് നിർമ്മാണത്തിലിരുന്ന കെട്ടിടം തകർന്ന് രണ്ടുപേർക്ക് ഗുരുതര പരിക്ക്. രണ്ടാം നിലയുടെ കൈവരി ഉൾപ്പെടെയാണ് തകർന്നത്. റിനു ശ്രീധർ വിവരങ്ങളുമായി ചേരുന്നുണ്ട് സംഭവ സ്ഥലത്ത് നിന്ന്. റിനു, എന്താണ് ഈ അപകടത്തിന്റെ കാരണം സംബന്ധിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? സംഭവ സ്ഥലത്ത് നിന്ന് പങ്കുവയ്ക്കാൻ കഴിയുന്ന വിവരങ്ങൾ എങ്ങനെയാണ് റിനു? അർജിത്ത്, ഞാനിപ്പോൾ ഉള്ളത് പോത്തൻകോട് ഈ സംഭവം നടന്ന സ്ഥലത്താണ്. പോത്തൻകോട് പോലീസ് സ്റ്റേഷന് തൊട്ട് മുൻവശത്തുള്ള ഇരുനില ബിൽഡിംഗ്, അതായത് ഒരു വീടിന്റെ മെയിൻ്റനൻസ് വർക്കാണ് ഇവിടെ നടക്കുന്നത്. ഇതിന് രണ്ടാം നിലയുടെ ഡിസൈൻ വർക്ക് നടക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. പാരപ്പറ്റ് ഉൾപ്പെടെയുണ്ട്, അതായത് കൈവരി ഉൾപ്പെടെയുണ്ട്. ഇതെല്ലാം തകർന്നാണ് താഴേക്ക് പതിച്ചത് എന്നുള്ളതാണ് നമുക്ക് നാട്ടുകാരിൽ നിന്നടക്കം ലഭിക്കുന്ന വിവരം. രണ്ടുപേർ ഇതിൽ പരിക്കു പറ്റിയിട്ടുണ്ട്. സഞ്ജു എന്ന് പറയുന്ന ഇതിന്റെ മെയിനായി നിന്ന് ജോലി ചെയ്യുന്ന ആള്, ഒപ്പം ഒരു ഇതര സംസ്ഥാന തൊഴിലാളിയാണ്. ഇവർ രണ്ടുപേരെയും ആശുപത്രിയിലേക്ക് മാറ്റി. രണ്ടുപേർക്കും ഗുരുതര പരിക്കാണ് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. എന്തായാലും പോലീസും ഫയർഫോഴ്സും സംഭവ സ്ഥലത്തെത്തി. അതിനു മുമ്പ് തന്നെ നാട്ടുകാർ ഇടപെടുകയും ഇവരെ താഴേക്ക് ഇറക്കി. അതായത് ഈ ബിൽഡിംഗ് ഇടിഞ്ഞു വീണ് അതിന്റെ അടിയിലായിരുന്നു ഒരാൾ എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും ഈ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ ഒരു ചേട്ടനോട്, ചേട്ടൻ എന്താ സംഭവിച്ചേ? നമ്മൾ വരുമ്പോഴേക്ക് ഈ കെട്ടിടം ഇടിഞ്ഞിട്ട് ആ വശത്ത് കാണുന്ന കെട്ടിടത്തിൻ്റെ ഇടത് ഭാഗത്ത് കാണുന്ന സ്ലാബിനടിയിലായിട്ട് ഒരാൾ കിടപ്പുണ്ടായി. ഒരു അന്യസംസ്ഥാന തൊഴിലാളിയാണ്. കുട്ടികളെ നട്ടല് പൊട്ടിയെന്നുള്ളതാണ് നമുക്ക് തോന്നുന്നത്, നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കാൻ പറ്റുന്നത്. അതിനുശേഷം നമ്മൾ നോക്കുമ്പോൾ ഒരാൾ ഈ മുകളിലെ ആ സ്ലാബിൻ്റെ കിടക്കുകയാണ്. പുള്ളി അവിടെ ഈ തേപ്പ് പണി ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ നമ്മൾ ചെന്ന് കാണുമ്പോൾ അദ്ദേഹത്തിനെ പിന്നെ എടുത്ത് റൂഫ് ടോപ്പിൽ കിടത്തി. നമ്മൾ കിടത്തിയപ്പോഴേക്കും ആ ആളുടെ കാലിൻ്റെ പത്തി നേരെ രണ്ടായിട്ട് മാറിയ രീതിയിലാണ്. അതുപോലെ വിരലുകളും ഒത്തിരി ആശുപത്രിയിലേക്ക് മാറ്റി. അതിനുശേഷം നമുക്ക് നാട്ടുകാർക്കടുത്ത് ഇറക്കാൻ പറ്റാത്തൊരവസ്ഥയില്ല. കാരണം ഇത്ര ഹൈറ്റാണ്, മറ്റു ഉപകരണങ്ങളൊന്നുമില്ല. അങ്ങനെ നാട്ടുകാർ തന്നെ ഫയർഫോഴ്സിനെ വിളിക്കും. ഫയർഫോഴ്സ് വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഫയർഫോഴ്സും നാട്ടുകാരും കൂടെ ചേർന്ന് ഈ ബിൽഡിങ്ങിൻ്റെ മേളിൽ നിന്ന് താഴെ ഇറക്കി ഹോസ്പിറ്റലിലേക്ക് മാറ്റിയത്. രജിത്ത്, ഇങ്ങനെയാണ് സംഭവം. ഏകദേശം അരമണിക്കൂർ മാത്രമാണ് ആകുന്നത് ഈ ഒരു അപകടം നടന്നിട്ട്. ഒരു സ്വകാര്യ വ്യക്തിയുടെ വീടാണ്. ആ വീട് മെയിൻ്റെനൻസ് ചെയ്യുന്ന വർക്കാണ് നടന്നുകൊണ്ടിരുന്നത്. രണ്ടാമത്തെ നിലയുടെ മുകളിൽ നിന്നാണ് പാരപ്പറ്റും അതുപോലെ തന്നെ സൺഷെയ്ഡ് അടക്കമുള്ള ഭാഗങ്ങൾ ഇടിഞ്ഞ് താഴേക്ക് നിലം പൊത്തിയത് നമുക്ക് തന്നെ കാണാം. വലിയൊരു അപകടമായിരുന്നു. ഇതിലാണ് ഒരു അന്യസംസ്ഥാന തൊഴിലാളി, ഒപ്പം മെയിനായി ഈ വർക്ക് എടുത്ത് ചെയ്യുന്ന ഒരു മേശിരി എന്നുള്ളതാണ് ഇവർ പറയുന്നത്. ഇവർക്ക് രണ്ടുപേരുടെയും നില ഗുരുതരമാണ്. രണ്ടുപേരെയും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അല്പസമയം മുമ്പാണ് ഫയർഫോഴ്സ് അടക്കം ഇവിടുന്ന് പോയത്. ഫയർഫോഴ്സ് കൂടി എത്തിയതിനു ശേഷമാണ് ഈ മുകളിലത്തെ നിലയിൽ ഇടിഞ്ഞു കിടന്ന സ്ലാബിനടിയിലായിരുന്ന സഞ്ജു എന്ന് പറയുന്ന വ്യക്തി താഴേക്ക് ഇറക്കാനായത് എന്നുള്ളതാണ്. താഴേക്ക് വീണു. ഈ ഇതര സംസ്ഥാന തൊഴിലാളി താഴേക്ക് വീണിരുന്നു. താഴേക്ക് ഇടിഞ്ഞു കിടക്കുന്ന ഷെയ്ഡ് നമുക്ക് കാണാൻ കഴിയും. സൺഷെയ്ഡ് ഈ ഷെയ്ഡിന്റെ അടിയിൽ പെട്ടു എന്നുള്ളതാണ്. ഗുരുതരമായിട്ടുള്ള പരിക്ക് തന്നെയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നതും. ഇവിടെ നിന്ന് അപകട സ്ഥലത്ത് നിന്ന് വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. ഈ കെട്ടിട നിർമ്മാണത്തിനിടയിലാണ് അപകടമുണ്ടായത്. 2 തൊഴിലാളികൾക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. അവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.